ഇയാളിത് കുഴപ്പം പരിഹരിക്കാതെ ഇയാൾ പോയിട്ട് ഹോർമൂസ് തടസ്സപ്പെടുത്തുമെന്ന് പറഞ്ഞ് തടസ്സം വെച്ചിരിക്കുകയാണ്. പക്ഷേ അവിടെ ട്രംപ് പരാജയപ്പെടുന്ന നമ്മളെങ്ങനെയാണ് കാണുന്നത്? ചൈനയുടെ കപ്പലുകൾ അതിനകത്തൂടെ കൂളായിട്ട് അങ്ങ് പോവുകയാണ്. ചൈന ഒരു തരത്തിലും വഴങ്ങുക എന്നതുണ്ടാകില്ല എന്ന് ചൈന വ്യക്തമായിട്ട് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുകൂടെ തന്നെ അങ്ങ് പോരുകയാണ്. അവരുടെ വാഹനങ്ങൾ, അവരുടെ യാനങ്ങളെ തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ ഏത് നിലയിലേക്ക് ഈ കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യപ്പെടും പോലും എന്ന് നമ്മൾ സംശയിക്കുന്നുണ്ട്. പക്ഷേ അതിനകത്തൂടെ ഇങ്ങ് പോരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കെയർ സ്റ്റാമർ അടക്കമുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യാനിറ്റി പ്രധാനപ്പെട്ട മതമായിരിക്കുന്ന രാജ്യങ്ങളിലെ ആളുകൾ ട്രംപിനെതിരെ പോപ്പിന് വേണ്ടി സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് നമ്മൾ കാണുന്നു. ചൈന ഈ കാര്യത്തോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടതെന്ന് കുറച്ചുകൂടെ ശബ്ദം കർക്കശമാക്കുന്ന നില നമ്മൾ കാണുന്നു. അപ്പോൾ അതിനകത്ത് ആ നിലക്ക് ട്രംപ് ദുർബലനാകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് എന്നതാണ് എനിക്ക് മനസ്സിലാകുന്നൊരു കാര്യം. പലയിടങ്ങളിലായിട്ട് വായിച്ച് മനസ്സിലാകുന്നത് ഇത് സ്വാഭാവികമായിട്ടും സാധാരണമായിട്ടും ഇങ്ങനെ തന്നെയാണ് വരിക. കാരണം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം എന്നത് നമുക്കറിയാമല്ലോ. രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രം എന്നത് വ്യക്തികളുടെ ഈഗോയ്ക്ക് മേലോ അവരുടെ അറിവില്ലായ്മയ്ക്ക് മേലോ മാത്രമായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഒരാളുടെ വിവരക്കേട്, ഇപ്പോൾ വിവരം കെട്ടൊരു രാഷ്ട്രാധിപതി തെരഞ്ഞെടുപ്പിലൂടെ വന്നിട്ട് രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് വന്നിരുന്നത് കൊണ്ട് ആ രാഷ്ട്രത്തിൻ്റെ നയതന്ത്രങ്ങളാകെ വിവരം കെട്ടതായി മാറാറില്ല സാധാരണഗതിയിൽ. ഇപ്പോഴും അങ്ങനെ മാറിയിട്ടില്ല എന്ന് നമ്മൾ കാണേണ്ടി വരും. കാരണം വ്യക്തിയുടെ ഈഗോയോ അയാളുടെ വിവരക്കേടോ അയാളുടെ അഹങ്കാരമോ അല്ല ഈ പൊതു സംവിധാനത്തെ ആകെ തന്നെ നിർണ്ണയിക്കുക. കാരണം അത് പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് ഓരോ രാജ്യത്തിൻ്റെയും ഈ സംവിധാനങ്ങളാകെ ഉരുത്തിരിഞ്ഞുണ്ടാക്കിയിട്ടുള്ള ചില സംഗതികൾക്ക് മേലാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുക. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ വിവരക്കേട് വല്ലാത്ത തോതിൽ അതിനെ നിയന്ത്രിക്കുന്ന സാഹചര്യം സാധാരണഗതിയിൽ ഉണ്ടാകാറില്ല. ഇപ്പോഴും അത് സമ്പൂർണ്ണമായിട്ടുണ്ടായി എന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈ ട്രംപ് എന്ന് പറയുന്ന ഈ മട്ടിലുള്ളൊരു ചങ്ങാതി വന്നിരുന്നത് കൊണ്ടുണ്ടാകാവുന്ന ദോഷങ്ങൾ ലോകത്തിന് ഇതിനകം തന്നെ വല്ലാത്ത തോതിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഗാസയിൽ ഇത്രമാത്രം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടതിൻ്റെ സാഹചര്യം അതാണ്. അപ്പോഴാണ് നമ്മൾ ഈ വയസ്സായിട്ടുള്ള അറിവുള്ള മനുഷ്യത്വമുള്ള ഒരു ശബ്ദം ഉയർന്നു കേൾക്കുന്നത് പോപ്പിൻ്റെ ഭാഗത്ത് നിന്ന്. എന്താണ് മതങ്ങൾക്ക് ലോകരാജ്യങ്ങളിൽ അല്ലെങ്കിൽ മനുഷ്യരുടെ ജീവിതത്തിൽ കാര്യം എന്ന് ചോദിക്കുന്ന ആളുകൾ, മതവിരോധികളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ നമ്മുടെ ലോകത്തെമ്പാടുമുണ്ട്. മതം കാര്യമുള്ള കാര്യമല്ല എന്ന് പറയുന്ന മതം എന്ന സംവിധാനത്തെ ആകെ നിഷേധിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുകയാണ്, ഇപ്പോൾ വലിയൊരു സംഘർഷം വരുമ്പോൾ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനങ്ങളാകെ ഏതോ നിലക്ക് അന്തം വിട്ട് നിന്നു എന്ന് തോക്കുമ്പോൾ മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് ഉയരുന്ന ശബ്ദം, അതും മതാതീതമായിട്ട് മനുഷ്യത്വത്തിന് വേണ്ടി ഉയരുന്ന ശബ്ദം ഒരു മത പുരോഹിതൻ്റെ ഭാഗത്ത് നിന്നാണ്, അല്ലെങ്കിൽ മതത്തിൻ്റെ തലപ്പത്ത് ആത്മീയ ഉന്നതിയിലുള്ള ഒരാളുടെ ഭാഗത്ത് നിന്നാണെന്നത് വലിയ സന്തോഷകരമായിട്ടും ആശ്വാസകരമായിട്ടും നമ്മുടെ ഈ മതം എന്ന സംവിധാനത്തെ ആകെ തന്നെ നോക്കി കാണേണ്ടുന്നതിൻ്റെ, പോസിറ്റീവായിട്ട് നോക്കി കാണേണ്ടുന്നതിൻ്റെ ഒരു തെളിവായിട്ടുമാണ് ഞാനതിനെ കാണുന്നത്.